ചേച്ചി എന്നാ ഇനി പമ്പിലേക്ക് വരുന്നേ? ഇല്ല, വാസുവേട്ടന്റെ വീട് പുറക്കാടാ. വാസുവേട്ടന്റെ അച്ഛനും അമ്മയും ഒക്കെ അവിടെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോവാ. ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കാൻ ചെന്നായ്ക്കൽ സമ്മതിക്കൂല. ഒരു ദിവസം ഞാൻ വരാം പമ്പിലേക്ക്. അയ്യോ, ഇത്രയും നേരമായിട്ട് നീ കുരുട്ടി തള്ളേനെ ചീക്കി ശിങ്കാരിച്ച് കഴിഞ്ഞില്ലേ? നടപടി കൊട്ടിയല്ലോ, കുർബാന തുടങ്ങി കാണും. നീ ഒന്ന് അടങ്ങണി മേരി. വയസ്സുകാലത്ത് എനിക്ക് ആകെ ഒരു കൈത്താങ്ങലേറ്റതാ ഇവളല്ലേ ഉള്ളൂ. നിനക്ക് പള്ളി പോവാൻ ദുരുശമുണ്ടെങ്കിലേ നീ അങ്ങ് പോ. അതിവിടെ സ്ഥിരം ഉള്ളതാ. ആ കിളവിയുടെ മക്കളെയൊക്കെ സുനാമി കൊണ്ടുപോയി. ഇപ്പൊ ഇവളേ ഉള്ളൂ അതിനൊരു സഹായത്തിന്. നിങ്ങൾ അകത്തേക്ക് ഇരിക്കും, ഞാൻ ചായ എടുക്കാം. വേണ്ട ചേച്ചി, ഞങ്ങള് പോവാ. ഇത് വെച്ചോ. അയ്യോ വേണ്ട മോനെ. വേണം, ചേച്ചിയുടെ അനിയനാ തരുന്ന. പോട്ടെ പോട്ടെ പാടാ. ഫോട്ടോയില് കാണാനും സൂപ്പറാ അല്ലേ ജമീലത്താ? നേരിട്ട് കാണാൻ എന്താ ഒരു മോശം. ജമീല ലാസറിട്ട് വരുന്നുണ്ട്. അതോ എല്ലാം പെറുക്കിയെടുത്ത് മാറ്റാ. എന്താടാ മേശക്കെടുത്തൊരു ചുറ്റിക്കളി? നിങ്ങളുടെ മോളെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. എന്താ ഒരു മുഞ്ച്, സിനിമ അടിയുടെ പോലെ ഉണ്ട്. അതെന്തേ അല്ലേടാ മോള്, പിന്നെ സുന്ദരിയാവാതിരിക്കൂ. എന്നിട്ട് ഫോട്ടോ എവിടെ? ആ ഓ എന്താ എന്ത് നോക്കാൻ? നിനക്കെന്താ വിശപ്പില്ലേ? എങ്ങനെ വിശക്കും? നീ പറഞ്ഞ പോലെ നേരിട്ട് കാണുന്ന പോലെ അല്ലട്ടാ. എനിക്ക് നല്ല ക്യാമറ ഫേസ് ഉണ്ട്. ഇത് കണ്ട ഒരു ധനുഷിന്റെ ലുക്കില്ലേ സൈഡിൽ നോക്കിയാല്? ആരാടേ ധനുഷ്? പടച്ചോനെ, തമിഴ്നാട്ടിൽ 5 കൊല്ലം ജോലി ചെയ്തിട്ട് അനക്ക് ധനുഷാരാന്ന് അറിഞ്ഞൂടെ? വെറുതെ അല്ല ലാസറട്ടൻ എന്നെ പൊട്ടാന്ന് വിളിക്കുന്നത്. എടാ രജനീകാന്തിന്റെ മരുമോൻ സിനിമാ നടൻ. അത് ഇനി രജനീകാന്ത് ആരാന്ന് വെച്ചാ കൊല്ലിഞ്ഞ്. അതല്ലടാ, കാലത്ത് ലാസറേട്ടൻ ചവിട്ടി പിടിച്ച ഫോട്ടോ ഇല്ലേ, ഞാൻ ആ ബക്കറ്റിലെടുത്തിട്ടത്. നേരാണല്ല, അത് ഞാൻ ഇപ്പഴാ ഓർത്തത്. ഇപ്പൊ വരാട്ടാ. എടാ ഇതാ ഉടക്ക് പെണ്ണാണ്. ഷേ എന്റെ ഫേസ് ക്ലിയർ ആയില്ല. ഉടക്ക് പെണ്ണോ? എവിടെ നോക്കട്ടെ. റെഡിയല്ലേ? ഞാൻ എടുക്കുക. എന്താണ് എലി പുന്നല് കണ്ട ചേൽക്കൊരു പുഞ്ചിരി? അപ്പൊ വെറുതെ അല്ല, ഫോട്ടോ എടുത്ത് എന്തിനാന്ന് അന്ന് അവള് ചോദിച്ചേ. നീ ആരെ കട്ട് ചെയ്യുന്നു? എന്നെയോ അതോ ഓളയോ? അപ്പൊ ഉടക്കി സംഗതി പിടക്കായ. പോടാ.
അയ്യോ എന്താ ഒരാലോചന? അവള് പാവാടാ. എന്ത്? ഓള് പാവാടേ? പാവാടയല്ല, അവള് പാവാന്ന്. ആണോ? എന്ന് മുതലാ പാവായത്? നമ്മള് രമണി ചേച്ചിയെ കാണാൻ പോയെന്ന് അവളുടെ അമ്മ ചീത്ത പറഞ്ഞിട്ടോ ആ കണ്ണ് കാണാത്ത അമ്മാമ്മയുടെ മുടിയൊക്കെ ചീകി പള്ളി കൊണ്ടുപോയി നീ കണ്ടതല്ലേ. മനസ്സിൽ നന്മയുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നും. എന്റെ അമ്മ ഇതുപോലെ ആയിരുന്നു. ഓ, അപ്പയും ലൗസിൽ കുടുങ്ങിയില്ലേ? എന്നാ പിന്നെ അന്റെ മനസ്സിൽ ലൗസ് ഓളോട് തുറന്നു പറഞ്ഞൂടെ? പക്ഷെ അവളുടെ അമ്മ എങ്ങാനും അറിഞ്ഞ. ഓ, അല്ലെങ്കിൽ ലോകത്തിൽ ഒരു ഉമ്മയും പാപ്പയും എന്റെ മോളെ പ്രേമിച്ചോന്ന് പറയൂല. ചീത്തേ പറയൂ, പറ്റിയ രണ്ടെണ്ണം തരുകയും ചെയ്യും. അതൊന്നും നോക്കിയ കാര്യം നടക്കൂല. നീ എന്റെ മനസ്സിലെ ലൗസ് ഓളോട് തുറന്നു പറഞ്ഞോളി. അതിപ്പോ എന്താ പറയണ്ടേ, എങ്ങനെയാ പറയണ്ടേന്നൊന്നും. അനക്കൊക്കെ ഈ ഞാൻ പറഞ്ഞുതരാടോ. പിന്നെ ഇപ്പോഴേ ഞാൻ ഒരു വാക്ക് തന്നേക്കാം. കാരുണ്യ ബാക്കിക്കൂടെ എങ്ങനെ അടിച്ച ഇങ്ങടെ കല്യാണത്തിന് ചിക്കൻ ബിരിയാണി എന്റെ വക. എങ്ങനെയുണ്ട്? ചിരിക്കണ്ട, ആർക്കെപ്പോഴാ ഭാഗ്യം വരാന്ന് പറയാനാവൂല. പടച്ചോനെ, നല്ല സിനിമാ കഥ പോലൊരു കിനാവ് കാണിച്ചു തരണേ. എടാ, നിനക്കൊരു കല്യാണം കഴിച്ച് ഭാര്യയും മക്കളുമായിട്ട് കഴിയണമെന്ന് ആഗ്രഹമുണ്ടോ? മാതാവേ, ഇന്നെങ്കിലും മനസ്സിലുള്ളത് അവളോട് തുറന്ന് പറയാനുള്ള ധൈര്യം എനിക്ക് തരണേ.